സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുകയാണ്. എലപ്പുള്ളിയിലെ വൻകിട മദ്യശാലയ്ക്കെതിരെ നിലപാട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ CPI മന്ത്രിമാർ തീരുമാനത്തിനെതിരെ ശബ്ദമുയർത്തുമോ എന്നതാണ് മന്ത്രിസഭാ യോഗത്തെ ചുറ്റിപ്പറ്റി ഉയരുന്ന ചോദ്യം. മറ്റൊന്ന്, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട തടവുകാരെ മോചിപ്പിക്കുന്നതും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിലുണ്ട് എന്നറിയാൻ കഴിയുന്നു. വിവരങ്ങളുമായി അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അജീഷ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത് മന്ത്രിസഭാ യോഗമാണ്. അതിൽ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല വിഷയം ചർച്ചയാകും. അതിൽ CPI മന്ത്രിമാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? ഇതിനോടകം CPI വ്യക്തമാക്കിയിട്ടുണ്ട് ആ മദ്യനിർമ്മാണശാല അവിടെ വേണ്ട എന്നുള്ളത്. കാരണം കുടിവെള്ളമാണ് മുഖ്യം എന്ന രീതിയിലുള്ള CPI എക്സിക്യൂട്ടീവ് തീരുമാനം വന്നിട്ടുണ്ട്. അപ്പോൾ മന്ത്രിമാർ ആ തീരുമാനം എങ്ങനെ ഈ മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് സുപ്രധാനമാണ്. എപ്പോഴാണ് മന്ത്രിസഭാ യോഗം നടക്കുക? പ്രജിൻ ക്രിസ്റ്റീന, എന്തായാലും എല്ലാവരുടെയും ആകാംക്ഷ അത് തന്നെയാണ്. കാരണം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ എന്ത് തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് ചേർന്ന CPIയുടെ ജില്ലാ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു ഉയർന്നത്. അവിടെ കുടിവെള്ള പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഒരു ബ്രൂവറി പ്ലാന്റ് വേണ്ട എന്ന് തന്നെയാണ് CPIയുടെ ജില്ലാ നേതൃത്വം ഏകകണ്ഠമായി നിലപാട് സ്വീകരിച്ചത്. ഇത് സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കുകയും ചെയ്തു. സംസ്ഥാന കമ്മിറ്റി ഇന്നലെ നിർവാഹക സമിതി യോഗം ചേർന്നിരുന്നു. അതിൽ പങ്കെടുത്തിരുന്ന CPI മന്ത്രിമാർ ഈ പദ്ധതിയെക്കുറിച്ച് ആദ്യ മന്ത്രിസഭയിൽ തന്നെ വിഷയം ഉയർന്നപ്പോൾ തന്നെ തങ്ങൾ എതിർപ്പ് അറിയിച്ചതായിട്ടാണ് വിശദീകരിച്ചത്. എന്തായാലും അങ്ങനെയാണ് CPI സംസ്ഥാന സെക്രട്ടറി അടക്കം ഇടത് മുന്നണി യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കാനായി തീരുമാനിച്ചത്. അതായത് പാലക്കാട് ജില്ലയിൽ ഇപ്പോഴും കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം മാത്രം ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകാം എന്നൊരു നിലപാടാണ് അവർ ഇന്നലത്തെ സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ തീരുമാനിക്കുകയും അത് ഇടതുമുന്നണിയെ അറിയിക്കുകയും ചെയ്തു. സ്വന്തം മുന്നണിയിൽ തന്നെ പ്രധാനപ്പെട്ടൊരു കക്ഷി ഇങ്ങനെ ഒരു തീരുമാനമായി എടുക്കുമ്പോൾ സർക്കാരിന് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ളതാണ് ആകാംക്ഷ. കാരണം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം ഏകകണ്ഠായി പറഞ്ഞിരുന്നു. അതായത് എന്തൊക്കെ എതിർപ്പ് വന്നാലും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തെ വിമർശനത്തോട് മറുപടി പറഞ്ഞത്. എന്തായാലും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ എതിർ ശബ്ദം ഉയർത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊരു അജണ്ട ഇന്ന് മന്ത്രിസഭയിൽ വരുന്നത് ഈ ജീവപര്യന്തം തടവ് ശിക്ഷ കാലാവധി പൂർത്തിയാക്കിയിട്ടുള്ള തടവുകാരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. മുമ്പ് നേരത്തെ തന്നെ ഈ കൊടിസുനിയും അതേപോലെ തന്നെ TP കേസിലെ പ്രതികളെയൊക്കെ ഇടക്കാലത്ത് അവരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് ഇറക്കിയ സമയത്ത് വലിയ വിവാദം ഉയർന്നിരുന്നു. ഇത്തവണത്തെ ലിസ്റ്റിൽ ആരൊക്കെ ഉൾപ്പെടുമെന്നുള്ളതും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാൻ പോകേണ്ടതുകൊണ്ടായിരുന്നു നാളെ ചേരാനിരുന്ന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരാൻ തീരുമാനിച്ചത്. ശരി, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. എന്തായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു.